വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ. ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിരുന്ന മോഡൽ തന്നെ. അത് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അതിൻ്റെ തന്നെ ലൈറ്റ് ചാർട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈറ്റ് ചാർട്ടിലും അത് ആ ഒരു ഡാർക്കിൽ വന്നിരുന്ന പോലെ തന്നെ നല്ല വീതിയുള്ള ബോർഡർ. എനിക്ക് തോന്നുന്നു കുറച്ച് ചില കളേഴ്സിനൊക്കെ കാണാൻ ഭംഗി കുറച്ച് ലൈറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആ ഒരു വർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഈ ബോർഡറിലെ വർക്ക് ഒരു രക്ഷയില്ല, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈന്. നല്ല വീതിയായിട്ട് ബോർഡർ. അതിൻ്റെ തന്നെ ക്രോഷ്യോ ലേസ് വർക്ക് ആ ഒരു എൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 സൈഡിലും ക്രോഷ്യോ ലേസ് വർക്ക്. ഫ്രണ്ട് പോർഷനിൽ ആ കളർ കോമ്പിനേഷനിൽ ഇതല്ലേ നല്ല എംബ്രോയ്ഡറി വർക്ക്. ഇതും നല്ല ഫാബ്രിക്കാട്ടോ. വാഷ് ചെയ്യാനും പറ്റും. അല്ലാതെ കാഴ്ചയ്ക്ക് നമ്മുടെ നോർമൽ സെമി സിൽക്കിനേക്കാളും അത്യാവശ്യം ഹൈ ക്വാളിറ്റി ഫാബ്രിക്കാണ്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക് സെയിം കളർ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കളർ ഞാൻ പറഞ്ഞില്ലല്ലേ, ലൈറ്റ് ബ്ലൂ കളറാട്ടോ. എന്നാൽ ഭയങ്കര ബ്ലൂ അല്ല, കുറച്ച് ചെറിയൊരു ഗ്രീൻ ടോൺ വരുന്ന സൈസ് ബ്ലൂ ഇല്ലേ, ആ കളർ. എന്നാൽ ഗ്രീനായിട്ട് കണക്ക് കൂട്ടണ്ട, ബ്ലൂ തന്നെയാണ്. ചിലരുടെ ഫോണിൽ ചിലപ്പോൾ ചെറിയൊരു വേരിയേഷൻ കാണിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഒരു മിക്സഡ് കളർ എന്ന് പറയുന്നതേ ഉള്ളൂ. ശരിക്കും നമ്മൾ നേരത്തെ ഇതിനെ മാത്രമായിട്ട് ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ബ്ലൂ എന്ന് തന്നെ പറയുള്ളൂ കേട്ടോ. പിന്നെ നമ്പർ W999, റേറ്റ് 1290 രൂപയാണ്. 1296. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു പിങ്കിഷ് പീച്ചാണ്. ഭയങ്കര പീച്ചല്ല കേട്ടോ, കുറച്ച് പിങ്ക് കൂടെ മിക്സ് ആയിട്ട് വരുമ്പോഴാണ് ആ ഒരു കളറിന് കുറച്ചൊരു എടുപ്പ് കൂടുതൽ കിട്ടുന്നത്. ഇത് കണ്ടില്ലേ, ലേസ് വർക്കും ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് എംബ്രോയ്ഡറിങ് ചെയ്തിട്ടുണ്ട്. അകത്തോട്ടും ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഇങ്ങനെയാണെങ്കിലും ഒതുങ്ങിയാണെങ്കിലും കിടക്കും. ഓർഗൻസിയാന്ന് പറഞ്ഞാലും ഭയങ്കര പറന്ന് നിൽക്കത്തില്ല, ഭയങ്കര ലുക്കാട്ടോ. ഇത് ഇങ്ങനെയാണെങ്കിലും ഇടാൻ കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, 2 സൈഡിലും ആ ഒരു വർക്ക് പോയിട്ടുണ്ട്. യോക്ക് പോർഷനിലെ ഡിസൈനാണ് ഈ വരുന്നത്. നല്ല ഫാബ്രിക്കാണ്, നല്ല സ്മൂത്താട്ടോ. മെറ്റീരിയൽ നല്ല സ്മൂത്താണ്. എന്നാൽ ഗ്ലേസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. കാണുമ്പോഴേ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ വരുന്ന മെറ്റീരിയലാണ്. നമ്പർ W997, റേറ്റ് 1290. അടുത്ത് വരുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡിൽ ചെയ്തേക്കുന്നുണ്ട്. വൈറ്റ് പിന്നെ ഈ പിങ്ക് ബ്ലൂ കോമ്പിനേഷൻ്റെ കൂടെ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതിന് നല്ല ലെങ്ത് ഉണ്ട്. ഞാൻ ഈ വർക്ക് കാണാൻ വേണ്ടി ചക്കല ഇങ്ങോട്ട് കയറ്റിയിട്ടപ്പം ബാക്ക് സൈഡിൽ താഴെ വരെ മുട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ലെങ്ത് ഉണ്ട്. നിങ്ങൾ 2 സൈഡിൽ ഇട്ടാലും അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിങ്ങനെ ഇട്ടാലും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, ആ 2 എൻഡിലും ആ ഒരു വീതിയുള്ള ബോർഡർ വരുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാണല്ലോ അത് ആ ദുപ്പട്ട ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുവേ. ഇത് കണ്ടില്ലേ, ഇത്രയും ഒതുങ്ങി കിടക്കും കേട്ടോ. ഓർഗൻസി ആണെങ്കിലും നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ്. ടോപ്പും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. ബോട്ടം സാറ്റിൻ സിൽക്ക്. നമ്പർ വരുന്നത് W998, റേറ്റ് 1290. നമുക്ക് ലാസ്റ്റ് കളർ വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ്. ബേബി പിങ്ക് എന്നൊക്കെ പറയാവുന്നൊരു കളറാട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത്. എല്ലാം നല്ല കളേഴ്സ്. നമുക്ക് കാണുമ്പോൾ തന്നെ എടുത്ത് തയ്ക്കാൻ തോന്നുന്നു, അത്രയും രസമായിട്ട് ഈ ഷെയ്ഡ്സ് കാണാനായിട്ട്. പിന്നെ മെയിൻ ആ ഒരു ദുപ്പട്ടയിലെ വർക്കിൻ്റെ ആ ഒരു ഭംഗി കൂടുതലുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. യോക്ക് പോർഷനിലും ഒക്കെ ഒരു വർക്കുണ്ട് കേട്ടോ. അകത്തോട്ടൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇത് ടച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടും. അത്രയും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ബോട്ടം സാറ്റിൻ സിൽക്ക് കേട്ടോ. നമ്പർ W996, റേറ്റ് 1290.